പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇറാൻ ആകട്ടെ അറബ് രാജ്യങ്ങളുടെ മേലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ പോലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി. ഇതാകട്ടെ ആഗോളതലത്തിൽ പോലും എണ്ണക്ഷാമത്തിന് കാരണമാവുകയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തതായും വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നും മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. UAE വൈസ് പ്രസിഡന്റുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ സംസാരിക്കുകയും വലിയ രീതിയിൽ ഈ സംഘർഷങ്ങളെ കുറിച്ച് അത് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UAE നിരന്തരം നേരിട്ട ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യ ഉന്നതതല ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിലെ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22-ന് അവസാനിക്കാനിരിക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും അവിടെ ശുഭപ്രതീക്ഷയുണ്ട് എന്നും വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായി ഒരു കരാറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നയതന്ത്ര ചർച്ചകൾ ഫലപ്രദമാണ് എന്ന് തന്നെ അവർ ആവർത്തിച്ചു പറയുകയാണ്. അതേസമയം യുദ്ധത്തിൽ അമേരിക്ക ഔദ്യോഗികമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തു. വെടിനിർത്തൽ അവിടെ നീട്ടാൻ വാഷിംഗ്ടൺ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ഘട്ട ചർച്ചകളും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളടക്കം പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന ഒരു വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു അമേരിക്ക രംഗത്ത് വന്നത്. ചർച്ചകളിലെ ഏക മധ്യസ്ഥർ പാകിസ്ഥാനാണ് എന്നും അവരുടെ ഇടപെടലുകൾ അവിടെ വലിയ അഭിനന്ദാർഹമാണ് എന്നതായിരുന്നു കാരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത്. അതിനിടെ തന്നെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം രണ്ടാം ഘട്ട ചർച്ചകൾക്കു അതുമായി ബന്ധപ്പെട്ട് US നൽകിയ സന്ദേശങ്ങൾ കൈമാറുന്നതിനായി ഇപ്പോൾ ടെഹ്റാനിലേക്ക് എത്തിയതായിട്ടാണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ സ്ഥിരീകരണം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇവിടെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ചർച്ചകൾക്ക് വലിയ രീതിയിൽ ആതിഥ്യമരുളുന്ന പാകിസ്ഥാനോട് അരാക്ചി നന്ദി അറിയിക്കുകയും മേഖലയിലെ സമാധാനത്തിന്റെയും സുസ്ഥിരതയ്ക്കും ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നും മാത്രമല്ല ഇറാൻ പാക് ബന്ധം ശക്തമാണ് എന്നും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ഇറാൻ അടുത്ത ഘട്ട ചർച്ച നടത്തുന്നുവെന്ന് സ്ഥിരീകരിച്ച വൈറ്റ് ഹൌസ് ആകട്ടെ അവിടെ വെച്ചായിരിക്കും ചർച്ച എന്നതാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ കരാറിൽ എത്തിയെങ്കിൽ പോലും പാകിസ്ഥാൻ വഴി അമേരിക്കയും ഇറാനും നിരന്തരം സന്ദർശനങ്ങൾ വലിയ രീതിയിലുള്ള സന്ദേശങ്ങൾ പരസ്പരം കൈമാറിയിട്ടുണ്ട് എന്നും ഇതിലൂടെ കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.